Watch full episodes on Jio Hotstar. Sir, പ്രൂഫ് കയ്യോടെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. വരൂ കാണിക്കേ. പിടിച്ചോളൂ സർ പ്രൂഫ്. ഞാനില്ലാത്ത സമയത്ത് ഇത്രയ്ക്ക് വലിയ ഗുലുമാല് സംഭവിച്ചിട്ടുണ്ടെന്നോ? നീ എന്റെ കണ്ണ് തുറന്നിരിക്കുകയാണ് പപ്പി. ഗോപാൽ, മാധവ്, ലക്ഷ്മൺ, ലക്കി എല്ലാരും കൂടി ഒന്നിച്ചാ ചെയ്തിരിക്കുന്നല്ലേ? വീണ്ടും ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു. ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ സ്വപ്നം ഞാൻ എങ്ങനെയെങ്കിലും സഫലമാക്കി കളയും. എന്റെ മാസ്റ്റർ പ്ലാൻ ഈ പ്രാവശ്യം എന്തായാലും വർക്കൗട്ട് ആകുമല്ലോ. അയ്യോ അയ്യോ അയ്യോ. പപ്പി, താന ഇവിടെ എന്താ ചെയ്യുന്നേ? ഒരു പക്ഷേ തന്റെ പ്രൂഫ് തന്റെ കൈവിട്ട് പോയോ? ഒന്ന് തെരഞ്ഞു നോക്ക് ലക്ഷ്മൺ. സോറി പപ്പി, നോ പ്രൂഫ്. ചിരിക്കടാ ചിരിക്കേ, നല്ലോണം പപ്പിയെ കളിയാക്ക്. പക്ഷെ അതിനു മുമ്പ് ഇതൊന്ന് നോക്കണ്ട. ഏത് സ്കൂളിന്റെ കോറിഡോറിൽ വെച്ചിരിക്കുകയായിരുന്നു. മാധവനും അവരുടെ കൂട്ടുകാരനും ചേർന്നുണ്ടാക്കിയതാണ്. അവര് പറഞ്ഞത് ഗോപാൽ ശരിക്കും പേടി തൊണ്ടനാണെന്നാണ്. മാധവൻ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞോ? ഗോപു, അവന്മാരെ വകവരുത്തണമടാ. സ്മാഷ് ദം. ഞാൻ വിചാരിച്ചതേ ഗോപാലും ലക്ഷ്മണനും നല്ല കുട്ടികളാണെന്നാണ്. ഈ ഒരു പോസ്റ്റർ കാരണം ടോട്ടൽ സ്കൂളും തലകുനിഞ്ഞു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ലോ. വേറെ ആരും കാണുന്നതിന് മുമ്പ് ഞാനിത് നൈസായിട്ട് മാറ്റിവെച്ചു. താങ്ക് യു പപ്പി. ആ മാധവന് നമുക്കിന്നൊരു വക വരുത്തണം. വാട ലക്ഷ്മൺ. രണ്ട് ടീമിൽ ഒരു ടീമിനെ ഞാൻ ചൂടാക്കി പറഞ്ഞയച്ചിട്ടുണ്ട്. അതിന് ടീം നമ്പർ 2 ഇതേപോലെ ഒന്ന് ചൂടാക്കി വിട്ടാൽ മതി. രണ്ടുപേര് കൂടി ഏറ്റുമുട്ടട്ടെ. അതോടെ ഇവരുടെ ഗുലുമാൽ അവസാനിക്കും. അവര് തമ്മിൽ ഏറ്റുമുട്ടും, പിന്നെ അടിപിടി കൂടും. അതിനിടയ്ക്ക് പപ്പി പ്രിൻസിപ്പൽ സാറിന്റെ മൊബൈലെത്തും വിത്ത് പ്രൂഫ്. ഇത് കണ്ടോ മാധവ? ഈ പൂക്കൾ നിറച്ച് ബൊക്ക ഇപ്പോ ഒരു പെണ്ണായി മാറാൻ പോകുന്നു. ആബ്രാകാഡാബ്രാ. നീ അതിനോടേക്ക് ഇതുപോലെയാ മാജിക് കാണിക്കുന്നത്? ഓഡിയൻസ് നിന്റെ ചെരുപ്പ് വലിച്ചെറിയും, ചെരുപ്പ്. മാധവ, ലക്ഷ്മണ, ലക്കി, നിങ്ങൾ 3 പേരും ഇവിടെ കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഗോപാലും ലക്ഷ്മണനും നിങ്ങളുടെ എല്ലാവരുടെ പേരും ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആണോ പപ്പി? അങ്ങനെ അവരെന്താണ് ചെയ്തത്? അത് നിങ്ങൾ തന്നെ നേരിട്ട് നോക്ക്. അവന്മാര് 2 പേര് കൂടെ ചേർന്ന് നിങ്ങളെ കുറിച്ചുള്ള മോശമായുള്ള ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഗോപാൽ, നീ എന്തായി ചെയ്യുന്നേ? ഞങ്ങളെല്ലാരും വൃത്തികെട്ടവന്മാരാക്കി മാറ്റിയോ? പറഞ്ഞ ശരിയാലക്കി. അവന്മാരെ ഇന്നൊരു വഴിയാക്കാണ്ട് വിടാൻ പറ്റില്ല. ഒരു കൂട്ടുകാരെ പപ്പി, താങ്ക് യു. ഇനി കുട്ടിച്ചാത്താന്മാരെ തമ്മിൽ അടിപിടി കൂടാം. അപ്പോൾ പപ്പി നടക്കുന്ന എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കും. എടാ ഗോപാല, ഇറങ്ങി അവിടെ താഴേക്ക്. എന്തിനാണ് ഇങ്ങനെ മോശമായ പെയിന്റിങ്സ് വരയ്ക്കുന്നത്? നീയും എന്റെ പെയിന്റിംഗ് വരയ്ക്കുന്നതിന് മുമ്പേ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണമായിരുന്നു. ഏത് പെയിന്റ്? പെയിന്റ് നിന്റെ കയ്യിലാ ഉള്ളത്. പറഞ്ഞത് ശരിയാ. പെയിന്റ് ഇപ്പൊ എന്റെ കയ്യിലാ ഉള്ളത്. പക്ഷെ ഇപ്പോൾ അത് നിന്റെ തലയിലാണ്. നിക്കട ഗോപാല, എങ്ങോട്ടാണ് ഓടുന്നത് നീ? ഈ
പെയിന്റിംഗ് എനിക്ക് എങ്ങനെയെങ്കിലും മറച്ചു വെച്ചേ പറ്റൂ. ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ എല്ലാരും ഒക്കെ കാണും, അത് ഉറപ്പാ. പിന്നെ ഞങ്ങൾ 3 പേരും ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ തന്നെ ഈ ഭിത്തി മൊത്തം ഞാൻ അഴുക്കാക്കി മാറ്റും. സോറി ഗൈസ്. കിട്ടിപ്പോയടാ, കിട്ടിപ്പോയി. പ്രൂഫ് എനിക്ക് കിട്ടിപ്പോയേ. കിട്ടിയേ. നോക്കടാ മാധവ, വഴക്ക് തുടങ്ങിയത് നീയാണ്. ഞാനോ? ആദ്യം വഴക്കുണ്ടാക്കിയത് നീയാടാ, നീ. ഏതായാലും നന്നായി. പപ്പിയോ എന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ കാരണം പപ്പിയാണെന്നോ? അയ്യോ, പപ്പിയുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ. ആ മൊബൈലിൽ പ്രൂഫ് ഉണ്ടടാ. നമ്മൾ ശരിക്കും ഇന്ന് കുടുങ്ങിപ്പോയടാ മാധവ. ഇതോടെ നമ്മുടെ കാര്യം പോക്ക. പപ്പി വിജയിക്കും. പ്രിൻസിപ്പാളിന്റെ മുന്നിൽ വെച്ച് അവൻ നമ്മുടെ മുഖം മൂടി എന്ന് കീറിക്കളയും. ചേടാ, ഇത് നിന്ന് കരയാനുള്ള സമയമല്ല. നമ്മൾ എല്ലാരും ഒരുമിച്ച് ചേർന്ന് പപ്പ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം. അവൻ നമ്മളെ കുറിച്ചുള്ള പ്രൂഫ് കൈമാറുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തിയിരിക്കണം. ഇത് കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പുള്ള നിശബ്ദത പോലെ ഉണ്ടല്ലോടാ. വരൂ, നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നല്ല കാര്യം. ഗുഡ് ആഫ്റ്റർനൂൺ. വരൂ എല്ലാവരും വരൂ. മാധവ്, ഗോപാൽ, ലക്ഷ്മൺ, ലക്കി, നിങ്ങൾ എല്ലാരും കൂടി ഒന്നിച്ച്. സാറേ, ഞങ്ങള് സാർ അവന്മാര് പറയുന്നതൊന്ന് കേൾക്കരുത് സാർ. സാർ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണു സാർ. പപ്പി, ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, ആദ്യം ഞാൻ എന്റെ കൊമ്പൻ മീശൊന്ന് ചീകി ശരിയാക്കട്ടെ, പിന്നീട് നിന്റെ വീഡിയോ കാണാം. നമ്മുടെ കൈവശം ഇപ്പോഴും സമയമുണ്ടടാ. പപ്പി സാറിനെ വീഡിയോ കാണിക്കുന്ന മുമ്പ് നമുക്ക് തടഞ്ഞു നിർത്താം. എന്തെങ്കിലും ഒന്ന് ആലോചിക്കടാ ഗോപു, എന്തെങ്കിലും ഒന്ന് ആലോചിക്കടാ നീ. സാർ, സാറിന്റെ മീശയിൽ ഒരു കറുത്ത മുടി. ഗോപാൽ, വേഗം ആ കറുത്ത മുടിയൊന്ന് എടുത്ത് മാറ്റ്. ഓക്കെ സാർ. സാറ് പറയാണെങ്കിൽ പിന്നെ സാർ, ആ കറുത്ത മുടി അവിടുന്ന് പോയി സാർ. ഇപ്പോഴെങ്കിലും സാർ ഈ വീട്ടിൽ വന്ന് കണ്ടു സാർ. സാർ ഒരു മുടിയുണ്ട് സാർ, ഒരു മുടി കൂടിയുണ്ട്. ഞാൻ എടുത്ത് മാറ്റട്ടെ? വീണ്ടും ഒരു കറുത്ത മുടിയോ? അത് പിഴുതു മാറ്റ്. സാർ, ഈ വീഡിയോ ഒന്ന് കാണണ്ട സാർ, പ്ലീസ് സാർ. ലക്കി ഇപ്പൊ എന്താ പറഞ്ഞത്? സാറേ, ലക്കി പറഞ്ഞത് ഈ ലക്ഷ്മണനില്ലേ, ചില മാജിക് പഠിച്ചിട്ടുണ്ട്. മാജിക് അവനത് നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുകയാണ് ഇപ്പോ. മാജിക്കോ? മാജിക് ഇപ്പോഴോ? സാർ, ഇവര് ടൈം പാസ് ചെയ്യുകയാണ് സാർ. പപ്പിനി മിണ്ടാതിരിക്കടാ. നമ്മുടെ സ്റ്റുഡൻസിന്റെ ടാലന്റിനെ എൻകറേജ് ആണ് ചെയ്യേണ്ടത്. കാണിക്കൂ ലക്ഷ്മണ, കാണിക്ക്. നോക്കൂ സാർ, ഞാൻ ഈ ബൊക്കെ പേനയാക്കി മാറ്റാൻ പോവുകയാണ്. ആബ്രാകാഡാബ്ര. പെന്നല്ല സാർ, പ്ലേയിങ് കാർഡ്സ്. ലക്ഷ്മണൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പൂക്കളുടെ ഇതളുകളെ പ്ലേയിങ് കാർഡ്സ് ആക്കി മാറ്റുമെന്നാണ് പറഞ്ഞത്. സാർ, ഈ കുട്ടികൾ നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ നോക്കുകയാണ് സാർ. ആദ്യം പ്ലീസ് അവരെ ഒന്ന് മിണ്ടാതിരിക്കാൻ പറ സാർ. എന്നിട്ട് സാർ ഈ വീഡിയോ ഒന്ന് കാണു സാർ. സാർ, വേറെ ഒരു ട്രിക്ക് ഉണ്ട് സാർ, പ്ലീസ് സാർ. ഒന്ന് നിക്കണ പപ്പി, അവസാനമായിട്ട് ഒരു മാജിക് കൂടെ ഞാൻ കണ്ടോട്ടെ. അതെ സാർ, ഈ ട്രിക്കിന് വേണ്ടിട്ട് ഞങ്ങൾക്കൊരു ഫോണിന്റെ ആവശ്യമുണ്ട്. മൊബൈൽ വേണോ? മൊബൈൽ പ്ലീസ് സാർ, പ്രൂഫ് എടുത്ത് കൊടുക്കല്ലേ സാർ. ഇതിനകത്തൊരു പ്രൂഫ് ഉണ്ട്. പ്രൂഫ് പ്ലീസ് സാർ, പ്ലീസ്. അടിപൊളി ട്രിക്കാണ് സാർ, അല്ലടാ ലക്ഷ്മണ? അതേനെ, ബെസ്റ്റ് ട്രിക്കാണ് സാർ. സാർ, നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് നോക്കൂ സാർ, പ്ലീസ് സാർ. പപ്പി, ആബ്രാകാഡാബ്ര. അയ്യോ, എന്റെ പ്രൂഫ് ഇങ്ങനെ ചെതറി പോയല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? കൊള്ളാം, അടിപൊളി മാജിക്.
ചേട്ടാ എന്റെ ഫോൺ എന്റെ ഫോൺ എവിടെ സാർ അതെന്റെ പുതിയ ഫോണായിരുന്നു സാർ. എന്താ പപ്പി ഇത്? നിന്റെ ഫോൺ ഇതാ നിന്റെ പോക്കറ്റ് തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്റെ ഫോൺ എന്റെ പോക്കറ്റിലുണ്ടെന്ന്. കണ്ടു സാറേ, മാജിക്. കൊള്ളാം, കലക്കി, ഇടിവെട്ട് അടിപൊളി മാജിക് ബോയ്സ്. സാർ എനിക്ക് ഫോൺ കിട്ടി കഴിഞ്ഞു സാർ. ആദ്യം ഈ വീഡിയോ ഒന്ന് നോക്കൂ സാർ പ്ലീസ്. ഇത് ഞാൻ എടുത്തതല്ല സാർ, ഇതാ കുട്ടികൾ എടുത്താണ് സാർ. ഇതിൽ എന്തോ ഒരു കുരുമാലുണ്ട് സാർ. മാജിക്കോ, നീ എന്നെ പറ്റിച്ചിരിക്കുകയാണല്ലേ? കുട്ടികളല്ല, നീയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല സാറ്, ഈ കുട്ടി ചത്തമാര് എന്നെയാണ് പറ്റിച്ചത് സാറ്. താങ്ക് യു ബോയ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ പോകാം. താങ്ക് യു സാർ. പപ്പി ഇന്ന് ശരിക്കും കുടുങ്ങി പോയടാ. പക്ഷേ ഗോപുന്ന് ശരിക്കും കുടുങ്ങേണ്ടതായിരുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.